ദക്ഷിണകാശി എന്ന പേരിൽ അറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ഇരട്ട ഗോപുരത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മൈനാകം ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ക്ഷേത്ര ഗോപുരം കടന്ന് അകത്ത് കയറുമ്പോൾ പടിഞ്ഞാറ് ദർശനമായി ഒരു ഗണപതി കോവിൽ കാണാം. അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഭക്തർ ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നത്. ശബരിമലയിലെ വൃശ്ചിക മഹോത്സവത്തോടനുബന്ധിച്ച് ഓച്ചിറ ക്ഷേത്രത്തിലും വൃശ്ചികം 1 മുതൽ 12 വരെ വൃശ്ചിക മഹോത്സവം നടത്തിവരുന്നു. ഇന്ന് വൃശ്ചികം 1-ാം തീയതിയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച ഉടൻ തന്നെ നമ്മൾ കാണുന്നത്. ഇരുവശങ്ങളിലായി കച്ചവട കേന്ദ്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാം. ഞാൻ മുന്നേ പറഞ്ഞ ഗണപതി ക്ഷേത്രം ഈ കാണുന്നതാണ്. ഗണപതി ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം വിഘ്നങ്ങൾ അകറ്റാൻ ഗണപതിക്ക് തേങ്ങ ഉടച്ചതിന് ശേഷമാണ് പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. വൃശ്ചികം 1 മുതൽ വൃശ്ചികം 12 വരെ വൃശ്ചിക മഹോത്സവം നടന്നു വരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ 12 ദിവസവും കുടിൽ കെട്ടി ഭജനമിരിക്കുന്നതാണ്. പറയിപെറ്റ പന്തിരുകുലം ഇവിടെ വിളക്കു തെളിയിക്കാൻ എത്തി എന്ന ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുണ്ടായതാണെന്ന് പറയപ്പെടുന്നു. വൃശ്ചിക മഹോത്സവത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ളതാണ് ഈ കച്ചവട കേന്ദ്രങ്ങളെല്ലാം. ഇരുവശങ്ങളിലായി സമൃദ്ധമായ വിൽപ്പനശാലകളാണ്. വിശാലമായ മണൽപ്പരപ്പിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കിഴക്കും പടിഞ്ഞാറുമായി 2 വലിയ ആൽത്തറകൾ കാണാം. ഈ 2 ആൽത്തറകളിലുമായി പരബ്രഹ്മം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. പരബ്രഹ്മ ചൈതന്യത്തിൻ്റെ മൂലസ്ഥാനമായ ഓച്ചിറയിൽ വന്നെത്തിയാൽ ആദ്യം കാണുന്നത് അലങ്കരിച്ച് പ്രദർശനത്തിന് കൊണ്ടുവരുന്ന കാളകളെയാണ്. ശ്രീകോവിലില്ലാത്ത, പ്രതിഷ്ഠകളില്ലാത്ത മൂലസ്ഥാനത്തിന് ചുറ്റും തൃശൂലങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടെ ഭസ്മം പ്രസാദമായി നൽകുന്നു. ഇവിടെ ഭസ്മം ശിവവിഭൂതിയായി, കാളയെ ശിവവാഹനമായും തൃശൂലം ഭഗവാന്റെ ആയുധമായും കാണുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പരബ്രഹ്മസ്വരൂപം എന്നത് സാക്ഷാൽ ആദിപരാശക്തി സമേതനായ പരമേശ്വരമൂർത്തിയാണെന്ന് സാരം. ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജാവിധികളോ ഒന്നുമില്ലാത്ത ഒരു ക്ഷേത്ര സങ്കല്പമാണിത്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. മഹാദേവ സങ്കല്പത്തിലുള്ള 2 ആൽത്തറകളും കാവുകളും അടങ്ങിയതാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഒരു ശ്രീകോവിലിനുള്ളിൽ ഒതുക്കി നിർത്താൻ കഴിയാത്ത വിധത്തിലുള്ള ഈശ്വര സങ്കല്പമാണ് ഇവിടെയുള്ളത് എന്നാണ് ഇവിടെ എത്തുന്ന ഭക്തരുടെ വിശ്വാസം. ഹൈന്ദവ ധർമ്മത്തിലെ ഈശ്വരൻ എന്നറിയപ്പെടുന്ന പരമാത്മാവ് അഥവാ അരൂപിയായ പരബ്രഹ്മം ആണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. ഓം എന്നത് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദമാകുന്നു. സകല ദൈവങ്ങളും ഓംകാരം മൂർത്തിയായ പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നതായാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. വിശാലമായ മൈതാനവും കടന്ന് കിഴക്കേ ആൽത്തറയിലെത്തുമ്പോൾ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന വലിയ കാളകളെ കാണാം. ഓച്ചിറക്കാളകൾ എന്നാണ് ഇവയെ വിളിക്കുന്നത്. ശിവന്റെ വാഹനം കാളയായതിനാൽ ഓച്ചിറക്കാളകൾക്ക് ഈ ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഓച്ചിറക്കാളകളെ തൊട്ട് വന്ദിക്കുന്നത് ഇവിടെ വരുന്ന ഓരോ ഭക്തന്റെയും ആൽത്തറയിലേക്ക് പോകുന്നതിന് മുമ്പിലുള്ള ഒരു വിശ്വാസമാണ്.
വലിയ നടപ്പന്തലും കടന്ന് നമ്മൾ ആൽത്തറയിലേക്ക് പോകുമ്പോൾ ധാരാളം വിഗ്രഹങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. എന്നാൽ ഇവയൊന്നും ക്ഷേത്രവിധിപ്രകാരം പ്രതിഷ്ഠിച്ചിട്ടുള്ളതല്ല. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്ന വിധത്തിലുള്ള പൂജാവിധികളൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. ജലധാര, കരിക്കുധാര, കൂവളമാല എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ശാരീരിക രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായി തടിയിൽ തീർത്ത ആൾ രൂപങ്ങൾ തലക്കുഴിഞ്ഞ് സമർപ്പിക്കുന്ന ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. ഈ വഴിപാട് കഴിക്കുന്നതിനായി മനുഷ്യ ശരീരം മുഴുവനായും മനുഷ്യ ശരീരത്തിലെ പല ഭാഗങ്ങളും തടിയിൽ തീർത്ത് ഇവിടെ വെച്ചിരിക്കുന്നത് കാണാം. ശാരീരിക രോഗങ്ങൾക്ക് പ്രതിവിധിയായി തടിയിൽ തീർത്ത ആൾ രൂപങ്ങളാണിത്. ഇത് തലക്ക് മേലെ ഒഴിഞ്ഞ് ഇവിടെ സമർപ്പിക്കണം. ഇവിടുത്തെ ഒരു വഴിപാടാണ്. ആൽത്തറക്ക് മുകളിൽ കെടാവിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതും ഇവിടുത്തെ മറ്റൊരു വഴിപാടാണ്. ഞാനിപ്പോൾ പോകുന്നത് രണ്ടാമത്തെ, അതായത് പടിഞ്ഞാറേ ആൽത്തറയിലേക്കാണ്. ഇന്ന് വൃശ്ചികം 1-ാം തീയതിയാണ്. വൃശ്ചിക മഹോത്സവത്തിൻ്റെ ആരംഭം ഇന്നാണ്. ഇന്ന് വൈകിട്ട് ക്ഷേത്രനടയിൽ തിരിതെളിയിക്കുന്നതോടുകൂടി ഉത്സവം ആരംഭം കുറിക്കുകയായി. ഐതിഹ്യങ്ങളും കഥകളും എന്തു തന്നെ ആയാലും സഹിഷ്ണുതയുടെയും ഉൾക്കൊള്ളലിൻ്റെയും മാനുഷിക ഐക്യത്തിൻ്റെയും പ്രതീകമായ ഓച്ചിറ ക്ഷേത്രം നിലകൊള്ളുന്നു. കിഴക്കേ ആൽത്തറക്കുള്ള അതേ പ്രാധാന്യമാണ് പടിഞ്ഞാറേ ആൽത്തറക്കുമുള്ളത്. ഇവിടെയും ആചാരാനുഷ്ഠാനങ്ങൾ ഒരേപോലെ തന്നെയാണ്. പടർന്നു പന്തലിച്ചിരിക്കുന്ന ഈ 2 ആൽമരങ്ങളുടെ അടിയിൽ എത്ര വേനലിലും നല്ല കുളിർമയാണ് അനുഭവപ്പെടാറുള്ളത്. മാത്രവുമല്ല, ഈ മണലിലൂടെയുള്ള നടത്തം എത്ര തന്നെ ആയാലും ക്ഷീണം തോന്നാറുമില്ലത്രേ. ക്ഷേത്രത്തിന് അടുത്ത് നിന്ന് കുഴിച്ചെടുക്കുന്ന ചെളിയും ഭസ്മവുമാണ് ഇവിടുത്തെ പ്രസാദമായി ഭക്തർക്ക് നൽകുന്നത്. ആൽത്തറയുടെ പടിഞ്ഞാറ് ഭാഗം പാർവതി സങ്കല്പമാണ്. ഇവിടെയും ഭക്തർ എണ്ണയും വിളക്കും വെച്ച് പ്രാർത്ഥിക്കുന്നു. പരമശിവന്റെ സങ്കല്പത്തിൽ ആണെങ്കിലും ഓച്ചിറയുള്ള ഈ സങ്കല്പത്തറ ചുറ്റും പൂർണ്ണ പ്രദക്ഷിണം വെക്കാവുന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഇതൊരു പ്രത്യേകത കൂടിയാണ്. വേലുത്തമ്പി ധവള കൊല്ലം ആനന്ദവല്ലീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച അവസരത്തിൽ ഓച്ചിറയിലും ഒരു ക്ഷേത്രം പണികഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ദേവപ്രശ്നത്തിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവന് ഇഷ്ടമല്ലെന്ന് തെളിഞ്ഞു. ആൽമരത്തറകളിൽ പരബ്രഹ്മ ചൈതന്യം കുടികൊള്ളുന്നതായിട്ടാണ് സങ്കല്പം. ഈ 2 ആൽമരത്തറകളും പണികഴിപ്പിച്ചത് വേലുത്തമ്പി ധവളയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പ് തന്നെ ഇവിടെ എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നതാണ് പരബ്രഹ്മം എന്ന നാമം അർത്ഥമാക്കുന്നത്. മറ്റൊരു ആൽത്തറയിലെ ചുറ്റുവിളക്ക് പുറത്തുനിന്ന് എവിടെയും അഹിന്ദുക്കൾക്ക് പ്രവേശനമുണ്ട്. പുരാതന കാലം മുതൽക്ക് തന്നെ നാനാജാതി മതസ്ഥർ ഇവിടെ ആരാധന നടത്തി വരുന്നു എന്നതായും പറയപ്പെടുന്നു. മിഥുനമാസത്തിലെ ഓച്ചിറക്കളിയും വൃശ്ചിക മാസത്തിലെ 12 വിളക്ക് മഹോത്സവവും പ്രാധാന്യമർഹിക്കുന്നു. വൃശ്ചികം 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ കുടിൽ കെട്ടി ഭജന പാർക്കുന്നു എന്നതുള്ളതും ഭക്തരുടെ ഒരു വഴിപാടാണ്. ഇപ്പൊ കാലിന് അസുഖം, ഒരു കാലെടുത്ത് അവിടെ വെക്കാം, പ്രാർത്ഥിക്കാം. കൈ മേടിച്ചു, വീട് മേടിച്ച അല്ല, ഇവിടുന്ന് മേടിച്ച അവിടെ ഓച്ചിറക്കാളയും ഓച്ചിറകളിയും ഇവിടുത്തെ പ്രത്യേകതയാണ്. മണ്ണ് പ്രസാദമായി നൽകുന്നത് മറ്റൊരു സവിശേഷതയാണ്. കഞ്ഞിപ്പകർച്ച. ദരിദ്രർക്കും രോഗികൾക്കും യാചകർക്കുമുള്ള കഞ്ഞിപ്പകർച്ച പ്രധാന നേർച്ചയാണ്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി നാഗരാജാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സർപ്പദോഷം മാറാനായി പുള്ളുവന്മാരെ കൊണ്ട് പാടിക്കുന്നത് ഇവിടുത്തെ ഒരു ആചാരമാണ്. പടിഞ്ഞാറ് ആൽത്തറക്ക് വടക്ക് ഭാഗത്തായിട്ടാണ് ഉണ്ടിക്കാവ്. പരബ്രഹ്മം ഉണ്ട് കാവിൽ എന്നത് ലോപിച്ചാണ് ഉണ്ടിക്കാവായത് എന്ന് പറയപ്പെടുന്നു. ഇവിടെ നാഗദേവതകൾക്കാണ് പ്രാധാന്യം. തറനിരപ്പിൽ നിന്നും ഉയരത്തിലായി ധാരാളം തണൽ മരങ്ങൾ കൂടി നിൽക്കുന്ന ഉണ്ടിക്കാവിന് ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചു പോരുന്നു. ആരോരുമില്ലാത്ത അഗതികളുടെ ആശ്രയ കേന്ദ്രം കൂടിയാണ് ഓച്ചിറ ക്ഷേത്രം. ഉറ്റവർ ഉപേക്ഷിച്ചു പോയവർക്കും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കും ഓച്ചിറ ക്ഷേത്രം ആശ്രയമാകുന്നു. അന്നദാനമാണ് ഓച്ചിറ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാട്. ഓച്ചിറ കഞ്ഞി എന്ന പേരിൽ പ്രസിദ്ധമായ അന്നദാനം ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടന്നു വരുന്നു. ക്ഷേത്രം ഓഫീസിൽ പണമടിച്ച് ആർക്ക് വേണമെങ്കിലും അന്നദാനം നടത്താവുന്നതാണ്. അന്നദാന മണ്ഡപത്തോട് ചേർന്ന് തന്നെ അഗതി മന്ദിരവുമുണ്ട്. 100-ലേറെ പേർക്ക് താമസിക്കുവാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ കർക്കിടക സദ്യ എന്ന പേരിൽ ഒരു മാസക്കാലം ക്ഷേത്രം ഊട്ടുപുരയിൽ അന്നദാനം നടത്തി വരുന്നു. വൃശ്ചിക മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന മറ്റൊരു പൂജാവിധിയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ക്ഷേത്രത്തിൽ ഇപ്പോൾ മുൻ ജയിൽ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയാണ് ദാവീദ് രാജാവ് കല്യാണം നോക്കി നിന്നാൽ ആരുടെയും വേദനമാണ്. കേവലം ആവശ്യമുള്ളവർ ചോദിച്ചുകൊണ്ട് വീണ്ടും ഈ കേവലം ആവശ്യമുള്ള നോട്ടീസ് കാണുമെന്നാണ് കണ്ടെത്തുന്നത്. ഓച്ചിറ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തരും ഉണ്ടിക്കാവിലെത്തി വിശ്രമിച്ചതിന് ശേഷമാണ് മടങ്ങുന്നത്. ഓച്ചിറ ക്ഷേത്രത്തിലെ 8 കണ്ടങ്ങളിലും ഉരുളുന്നത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. ത്വക്ക് രോഗങ്ങൾ മാറാനും മറ്റും കാര്യലബ്ധിക്കും ഭക്തർ ഉരുളിച്ച നടത്താറുണ്ട്. മുൻകാലങ്ങളിൽ വഴിപാട് തേടുന്നവർ തന്നെ 8 കണ്ടങ്ങളിലും ഉരുണ്ടിരുന്നു. ഇവിടുത്തെ മണ്ണിന് ഔഷധ ഗുണമുള്ളതാണെന്നാണ് വിശ്വാസം. 8 കണ്ടം ഉരുളിപ്പ് എന്നാണ് ഈ വഴിപാട് ആചാരത്തെ അറിയപ്പെടുന്നത്. ഈ നാടുകളുടെ ഒരു രാജവംശം ഇവിടുന്ന് കംബോഡിയൻ പോയ രാജവംശത്തിലെ ഒരു രാജകുമാരി തമിഴ്നാട്ടിൽ നിന്ന് പോയ 5000 ഏക്കറാണ് ക്ഷേത്രം പണിയുന്നത്. തറയിൽ നോക്കിയ ക്ഷേത്രം കാണാവുകയില്ല. അത് വളരെ പ്രസിദ്ധരായ 6 രാജാക്കളുടെ കൂടി പണികളാണ്. കംബോഡിയയിൽ നമ്മൾ അപ്പുറത്തോട്ട് കയറുമ്പോൾ വിയറ്റ്നാമാണ്. വിയറ്റ്നാം ഹിന്ദുമത രാഷ്ട്രമായിരുന്നു. വിയറ്റ്കോങ്ങിനോട് വന്നിട്ട് 29 കൊല്ലമായിട്ടുള്ളൂ. അതിന് കൊല്ലം ജില്ലയിൽ കായംകുളത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിലായി ദേശീയപാതക്കരികിൽ 22 ഏക്കറിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിലൂടെ കഴിഞ്ഞ 10 വർഷമായി ഗവേഷണം നടത്തി. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഉത്തർപ്രദേശിലെ ക്ഷേത്രത്തിന് പിന്നിൽ അടക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ. ഇവിടെ ഒരു നക്ഷത്രവനം എന്നൊരു സ്ഥലമുണ്ട്. 28 നക്ഷത്രത്തിലും ഓരോരോ മരങ്ങളെ തറകെട്ടി സംരക്ഷിച്ച് വിളക്ക് വെച്ച് പോരുന്നു. ഇതൊരു മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ നക്ഷത്രവനം എന്നറിയപ്പെടുന്ന വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാനുള്ള നല്ല സൗകര്യമാണ്. സമയം ചെലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നക്ഷത്രവനം. ക്ഷേത്രാങ്കണത്തിൽ അലക്സാണ്ടർ ജേക്കബ് സർ പ്രസംഗം പൊടിപൊടിക്കുന്നുണ്ട്. ആധ്യാത്മിക പ്രസംഗമാണ്. നമുക്ക് കേട്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തൽക്കാലം പോകുന്നില്ല. അമേരിക്കൻ പാർലമെന്റിൽ 7 പേരുണ്ട്. വയ്യങ്കഥ എന്ന മരമാണ് വിശാഖം എന്ന നക്ഷത്രം പ്രതിനിധാനം ചെയ്യുന്നത്. എൻ്റെ നക്ഷത്രം വിശാഖമാണ്. ഞാനതാണ് ഇത്ര നേരം. അങ്ങനെ നമ്മുടെ 28 നക്ഷത്രത്തെയും പ്രതിനിധാനം ചെയ്യുന്ന മരങ്ങളെ സംരക്ഷിച്ചു പോരുന്നു. തറ കെട്ടി സംരക്ഷിച്ചു പോകുന്നു. തറയുടെ മുകളിൽ ഇരിക്കരുത് എന്ന് പ്രത്യേകം ബോർഡും എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ചുറ്റിനും വിളക്ക് വെച്ച് രാവിലെയും വൈകിട്ടും ഈ വിളക്ക് തിരികൊളുത്തുന്ന സമ്പ്രദായവും ഈ നക്ഷത്രവനത്തിൽ കാണപ്പെടുന്നു. ഇവിടെ പരബ്രഹ്മ സാന്നിധ്യമുണ്ടായതിനെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. പറയിപ്പറ്റ പന്തിരകുലത്തിലെ അകവൂർ ചാത്തൻ ആലുവക്കടുത്തുള്ള അകവൂർ മനയിലെ ഒരു നമ്പൂതിരിയുടെ ആശ്രിതനായിരുന്നു. നമ്പൂതിരിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, സഹയാത്ര നടത്തുക, ഇല്ലത്തേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, ഇതായിരുന്നു ചാത്തൻ്റെ ജോലി. ദിവസവും നമ്പൂതിരി കുളിയും തേവാരവും കഴിഞ്ഞ് വരാൻ താമസിക്കുമായിരുന്നു. ഒരു ദിവസം ചാത്തൻ നമ്പൂതിരിയോട് ചോദിച്ചു, അങ്ങ് ദിവസവും പൂജ കഴിഞ്ഞ് വരാൻ എന്താണ് ഇത്ര താമസിക്കുന്നത്? ആരെയാണ് അങ്ങ് പൂജിക്കുന്നത്? പൂജിക്കുന്നത് പരബ്രഹ്മത്തെയാണെന്ന് നമ്പൂതിരി മറുപടിയും നൽകി. പരബ്രഹ്മം എങ്ങനെയിരിക്കും? ചാത്തൻ സംശയവും ചോദിച്ചു. നമ്പൂതിരിക്ക് ചാത്തൻ്റെ ആ ചോദ്യം അത്ര രസിച്ചില്ല. നമ്പൂതിരി പരിഹാസേന ചാത്തനോട് പറഞ്ഞു, അവിടെ കെട്ടിയിരിക്കുന്ന നമ്മുടെ മാടൻ പോത്തിനെ പോലെയിരിക്കും പരബ്രഹ്മം എന്ന്. ചാത്തൻ അത് വിശ്വസിച്ചു. പിറ്റേ ദിവസം മുതൽ ചാത്തനും രാവിലെ എണീച്ച് കുളിച്ച് പരബ്രഹ്മത്തെ ഉപാസിച്ചു തുടങ്ങി. 41-ാം ദിവസം ചാത്തനെ പ്രസാദിച്ച പരബ്രഹ്മം മാടൻ പോത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷനായി.
സന്തുഷ്ടനായ ചാത്തൻ പരബ്രഹ്മത്തെ സദാ കൂടെ കൊണ്ടു നടക്കാനും ആരാധിക്കാനും തുടങ്ങി. മറ്റാർക്കും പരബ്രഹ്മം പ്രത്യക്ഷ ദർശനം നൽകിയതുമില്ല. ഒരു ദിവസം അകബൂർ നമ്പൂതിരി തെക്കൻ ദിശയിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി. കൂടെ ചാത്തനും ഉണ്ടായിരുന്നു. നമ്പൂതിരിയുടെ സാധനങ്ങളെല്ലാം ഒരു ഭാണ്ഡത്തിൽ കെട്ടി ചാത്തനെ ഏൽപ്പിച്ചിരുന്നു. ചാത്തൻ അത് മാടൻ പോത്തിന്റെ പുറത്ത് കെട്ടിത്തൂക്കി. നമ്പൂതിരി മുൻപേയും ചാത്തനും മാടൻ പോത്തും പുറകിലായി യാത്ര തിരിച്ചു. ഒരുപാട് ദൂരം സഞ്ചരിച്ച് അവർ ഓച്ചിറയിൽ എത്തിച്ചേർന്നു. അക്കാലത്ത് ഇവിടെ മുഴുവൻ കാടായിരുന്നു. നാട്ടുവഴികൾ പോലും വ്യക്തമായിരുന്നില്ല. ഇവിടത്തെ ഒണ്ടിക്കാവിലെത്തിയപ്പോൾ മാടൻ പോത്തിന്റെ കൊമ്പുകൾ കാട്ടുവള്ളികളിൽ കുടുങ്ങി മാടൻ പോത്തിന് മുന്നോട്ട് സഞ്ചരിക്കാനായില്ല. അപ്പോൾ ചാത്തൻ പുറകോട്ട് തിരിഞ്ഞ് മാടൻ പോത്തിനോട് പറഞ്ഞു, കൊമ്പുകൾ ചെരിച്ച് കടത്തൂ. ആ ശബ്ദം കേട്ട് നമ്പൂതിരി തിരിഞ്ഞു നോക്കിയപ്പോൾ ചാത്തനെ അല്ലാതെ മറ്റാരെയും അവിടെ കണ്ടിരുന്നില്ല. നീ ആരോടാണ് സംസാരിച്ചതെന്ന് നമ്പൂതിരി ചാത്തനോട് ചോദിച്ചു. പരബ്രഹ്മത്തിനോട്. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ഉപാസിച്ചു, എന്നിട്ട് കൂടെ കൊണ്ടുവന്നതാണെന്ന് ചാത്തൻ നമ്പൂതിരിയോട് മറുപടിയും പറഞ്ഞു. ഇതാ പരബ്രഹ്മം മാടൻ പോത്തിന്റെ രൂപത്തിൽ എൻ്റെ കൂടെയുണ്ട്. കാണാൻ കഴിയുന്നില്ലെങ്കിൽ സിദ്ധിയില്ലാത്ത അങ്ങ് എന്നെ തൊട്ടു നോക്കിക്കോളൂ എന്ന് ചാത്തനും പറഞ്ഞു. ഉടൻ നമ്പൂതിരി ചാത്തനെ തൊട്ട് നോക്കിയപ്പോൾ തൊട്ടു മുൻപിൽ മാടൻ പോത്തിന്റെ രൂപത്തിൽ പരബ്രഹ്മത്തെ കണ്ട് അത്ഭുതപ്പെട്ടുപോയി. നമ്പൂതിരി പോത്തിന്റെ കൊമ്പിൽ സ്പർശിച്ചതും ആ നിമിഷം പോത്ത് അപ്രത്യക്ഷമായി. അകവൂർ നമ്പൂതിരി പിന്നീട് ഇല്ലത്തേക്ക് തിരിച്ചുപോയില്ല. താൻ പരിഹസിച്ചിട്ടും തീവ്രഭക്തിയോടുകൂടി പരബ്രഹ്മത്തെ നാടൻ പോത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുത്താൻ കഴിഞ്ഞ അകവൂർ ചാത്തന്റെ ദിവ്യത്വം തിരിച്ചറിഞ്ഞ നമ്പൂതിരി ചാത്തനെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ഓച്ചിറയിൽ തന്നെ തീവ്രഭക്തിയോടുകൂടി ഭജനത്തിൽ തുടരുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം നമ്പൂതിരിയും ചാത്തനും അവിടെ വെച്ച് തന്നെ മോക്ഷം ലഭിച്ച് പരബ്രഹ്മത്തിൽ ലയിച്ചു. 1000 വർഷങ്ങൾക്ക് ശേഷം ചാത്തനും നമ്പൂതിരിയും ഈശ്വരതുല്യരാകുമെന്നാണ് വിശ്വാസം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ അഗതി മന്ദിരം. ഉറ്റവരും ഉടയവരും ഇല്ലാത്തവരുടെ ആശ്രയം ഇതാണ്. തൊട്ടരികിലുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ഈ കാണുന്നത്. തിരിച്ചൊന്നും ഭാര്യ പറഞ്ഞു, നീ പെണ്ണുകെട്ടാൻ കൊണ്ടു കിടന്നു, ഞാൻ ചെയ്യുന്നു ദൈവത്തെ പറഞ്ഞു, ഞാൻ ദൈവത്തെ